അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കണം. അവരുടെ ഒരു വൈഫുണ്ട്, ഒരു പാവം വൈഫ്. ആദ്യത്തെ വൈഫിനെ അവർ കൊന്നതാണ്, ഇവർ തന്നെ കൊന്ന്. ഇത് ഞാൻ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകളാണ്. അവരത് ചെയ്തില്ല എങ്കിൽ എന്നോട് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് നാർക്കോ ടെസ്റ്റ് ചെയ്തിട്ടാണ്. കോടതി തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഡോക്ടറേയും അവിടെ പോസ്റ്റ്മോർട്ടം ടൈമിൽ ഒരു വീഡിയോ എടുക്കണം. ആ വീഡിയോ ഒന്നും കോടതിയിൽ, ഞാൻ വീഡിയോ വിവരാവകാശം ചോദിച്ചിട്ട് RDO കോടതി ചോദിച്ചു, ഫോട്ടോസ് ചോദിച്ചു, അവിടെ ഒന്നും കൊടുത്തില്ല. RDO കോടതിയിൽ കൊടുക്കേണ്ടതാണ്, അപ്പോൾ അത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ ഫോട്ടോസ് മാത്രം കോടതിക്ക് കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് തന്നെ ഫോട്ടോസ് തന്ന്. ഈ ഒക്ടോബർ 22 മുമ്പുള്ള ഒരു 6 മാസത്തെ ക്യാമറ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും അതിനകത്ത് എത്രമാത്രം എവിഡൻസ്. അവിടെ വിഷാംശത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടു കൊടുത്തതും അത് CI ആയിരുന്ന ആ ആള് അത് പുറത്ത് കളഞ്ഞതും അതൊക്കെ അവിടെ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മളുടെ ഇവിടുന്ന് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർ 2 പേരും കണ്ണൂരുള്ളതാണ്. അവരുടെ മനസ്സലിവ് സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹം ഒന്നടങ്കം പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. അപ്പോൾ അവർക്ക് ഒരു മനസ്സിൽ ഉണ്ടാവില്ലേ സത്യാവസ്ഥ ചെയ്തു കൊടുക്കണം, അവർക്ക് നീതി കിട്ടണം. നീതിപീഠം എന്തായാലും സത്യത്തിനൊപ്പം തന്നെ നിൽക്കുമെന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ അതിൽ മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ APP പറഞ്ഞാലും അവരത് പഠിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇങ്ങനെയുള്ള ഒരു സുപ്രീം കോടതി എറണാകുളത്ത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് തീർച്ചയായും കിട്ടും. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല എങ്കിൽ സുപ്രീം കോടതി തീർച്ചയായിട്ടും കിട്ടും. ഇവരെയൊക്കെ നാർക്കോ ടെസ്റ്റും ചെയ്യും. കാരണം ചില വേളകളിൽ അവർ സ്വമേധയാ സമൂഹത്തിന് വേണ്ടി നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ കോടതി തന്നെ പറയും. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്തായാലും വീണാമണി ഇത്രയും നവീൻ ബാബുവിന് വേണ്ടി എന്തിന് വീണാമണി ഇറങ്ങുന്നു, നവീൻ ബാബുവിൻ്റെ വീട്ടുകാർക്കില്ലാത്ത എന്ത് ഇതാണ് വീണാമണിക്കുള്ളത് എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ വീണാമണി ഒരു കള്ളിയാണോ, വീണാമണി പറയുന്നത് നുണയാണോ, വീണാമണി പോലെ ഒരു സ്ത്രീ എന്തിനാണ് ഇത്രയും അങ്ങ് പോയി പത്തനംതിട്ടയ്ക്ക് പോയതും ഇത്രയും ദിവസം ഇപ്പോൾ 2 മാസം കഴിയുന്നു, ആ 2 മാസം കഴിഞ്ഞിട്ട് നവീൻ ബാബുവിൻ്റെ കേസിന് പിന്നാലെ എന്തിന് വീണാമണി നടക്കുന്നു എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായിട്ട് ഉയരുന്നൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ അതിനുള്ളൊരു ഉത്തരത്തിലേക്ക് പോകുമ്പോൾ വീണാമണിക്ക് പറയാനുള്ള മറ്റൊരു കഥയുണ്ട്. അതായത് നവീൻ ബാബു എന്ന മനുഷ്യനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചതാണ് എന്ന് നമ്മൾക്ക് ഏകദേശം ഉറപ്പായി വരുന്ന ഈ സാഹചര്യത്തിൽ വീണാമണിയും മഞ്ജുഷയെ പോലെ ഒരു വിധവയാണ് എന്നുള്ളത് നമുക്ക് വീണാമണി ഇതുവരെ ചാനലുകൾക്ക് മുന്നിൽ പറയാത്തൊരു കാര്യമാണത്. വീണാമണിയുടെ ഭർത്താവിനെയും ഇതുപോലെ തന്നെ CPMൻ്റെ ഒരു പകയ്ക്കിരയായി കൊല്ലപ്പെട്ടതാണ് വീണാമണിയുടെയും ഭർത്താവ്. വീണാമണിയും മഞ്ജുഷയെ പോലെ അത്തരത്തിൽ വിധവയാക്കപ്പെട്ടത് CPMൻ്റെ പക മൂലം, അതും ഇതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിലും അട്ടിമറി നടന്നു എന്നാണ് വീണാമണി ആരോപിക്കുന്നത്. അതിൻ്റെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണാമണി സ്വന്തം ഭർത്താവിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വനിത കൂടിയാണ് വീണാമണി. അപ്പോൾ അതേ സാഹചര്യത്തിലുള്ള മറ്റൊരു വനിതയെ, ഒരു യുവതി മഞ്ജുഷയെ തൻ്റെ അതേ ദുഃഖമാണ് എന്ന് കണ്ട് ചേർത്ത് നിർത്തുന്നതാണ് വീണാമണി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ വീണാമണിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, വീണാമണിയും മഞ്ജുഷയും തമ്മിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ബോണ്ടിങ് വരുന്നത് എന്നുള്ളത് വീണാമണി തന്നെ പറയും. എന്താണ് ശരിക്കും ഭർത്താവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്? കഴിഞ്ഞ 2023 ഒക്ടോബർ 22 ഒരു വിവാഹത്തിന് ഓറ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വിവാഹത്തിന് പോയിട്ട് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഒരു ഏകദേശം 1:30 മണിയായി. അതിനുശേഷം അവർ പിന്നെ ഒരു 3:30 മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു നാട്ടിലുള്ള അവിടെ പോയിട്ട് പൈസ വാങ്ങിയിട്ട് വരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ പോയി. പിന്നെ ഒരു 5:30 മണിക്ക് ഏകദേശം എന്നെ വിളിച്ചിട്ട് പറയുന്നത് പിന്നെ രക്തം ഛർദ്ദിച്ചു, പിന്നെ ഭക്ഷണത്തിൽ എന്തോ. എവിടെ പോയതാണ്? കണ്ണൂർ തന്നെ? കണ്ണൂരല്ല, വീട്ടിൻ്റെ അടുക്കുള്ള ഒരു നാട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് പുന്നാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് പിന്നെ രക്തം ഛർദ്ദിച്ചു, എന്നെ ഗൈനോക്കോളജിസ്റ്റിൻ്റെ, അതായത് രമ ഡോക്ടറുടെ ഹോസ്പിറ്റലാണ് കൊണ്ടാക്കിയത്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലാണോ അത്? അത് ഗർഭിണികൾക്ക് ഗൈനോക്കോളജിസ്റ്റ്, സ്ത്രീകൾക്കും കുട്ടികൾക്കായിട്ടുള്ള അങ്ങനെ കുട്ടികളും അല്ല ഹോസ്പിറ്റലും അല്ല, അതൊരു വീടാണ്. പണ്ട് ഒരു റിട്ടയർഡായ ഒരു മേഡാണ് അവിടുത്തെ ഡോക്ടർ. അപ്പോൾ അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു ഗൈനോക്കോളജിസ്റ്റ് ആയിരുന്നു. അവർ റിട്ടയർഡ് ആയപ്പോൾ അവർ വീട്ടിൽ നിന്നിട്ട് ഗർഭിണികളായ പെൺകുട്ടികളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മമാർക്ക് വേണ്ടിയിട്ട് ഗർഭിണിയായവരുടെ ചികിത്സ തന്നെയാണ് അവരുടെ. അപ്പോൾ അവിടെ എന്തായാലും ഒരു പിന്നെ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്ന ആണുങ്ങളെ അവിടെ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാൻ ഈ രക്തം ഛർദ്ദിച്ചു
എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വിളിക്കുന്നത് ഓറെ ഒന്ന് റെക്കോർഡാക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നീട് റെക്കോർഡാക്കാനാകുന്നില്ല, പിന്നെ മിണ്ടുന്നില്ല, വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. അപ്പം ഞാൻ രമ ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ നമ്പർ എനിക്കറിയാം, അതുകൊണ്ട് അവിടെ വിളിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ് ആൾ പോയി, പിന്നെ മരണപ്പെട്ടു എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് അങ്ങനെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോരുമോളെ, ഇവിടുന്ന് ബോഡി അങ്ങോട്ടേക്ക് മാറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞ് എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്, അതുപോലെ തന്നെ ഡോക്ടറുടെ ഫോൺ നമ്പറിൽ ലാൻഡ് ഫോണിൽ വിളിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്നും പിന്നീടാണ് ഞാൻ അവിടെ പോലീസുകാരോടൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ട് മരണത്തിൻ്റെത്, അതുകൊണ്ട് അത് അവിടെ ചെല്ലുമ്പോൾ രക്തം ഛർദ്ദിച്ച് ഭർത്താവ് മരിച്ചു എന്നുള്ളത് മാത്രമാണ് അറിയുന്നത്. ഞാൻ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഇവർ പകുതി പറഞ്ഞല്ലോ, ഞാൻ രക്തഛർദ്ദിച്ചു, വിഷാംശത്തിൻ്റെ എന്തോ തന്നിട്ടുണ്ട് ഇങ്ങനെ, അതായത് രാജീവൻ, റെജിന, ശ്രീജ അവരെ കാണാനാണോ പോയത്? അല്ല, അവരാണ് തന്നത്, അവരാണ് കൊടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിന് ശേഷം പിന്നെ ഇവർ അതിലേക്ക് നമ്മൾ വന്നില്ല. രാജീവൻ, രചന അവരൊക്കെ ആരാണ്? ഇവർ അവിടെ CPM ആശ്രയിച്ച് നിൽക്കുന്ന ഇവരെ ബന്ധുക്കളാണ്. ഭർത്താവ് ഇവരുടെ പൈസ വാങ്ങിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവരവിടെ ബലപ്പെടുത്തി ഇത് കൊടുത്തു, എന്തോ വിഷാംശത്തിന്റെ. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നാണോ പൈസ വാങ്ങിക്കാൻ പോയത്? അല്ലല്ല, വേറെ വീട്ടിൽ നിന്ന്. ഇവർക്ക് എന്താണ് വൈരാഗ്യം? അവിടെ സ്വത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രീയത്തിന്റെ എന്തൊക്കെയോ ഉണ്ട്. ഇവരൊക്കെ CPM സഖാക്കളാണ്. സഖാക്കളാണ്. അപ്പം അവര് CPMന്റെ അവിടുത്തെ സുരേഷിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, രാജൻ എന്ന് പറഞ്ഞ അവരെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വട്ടക്കായ എന്ന സ്ഥലത്തുള്ള CPM പ്രവർത്തകരെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. പോലീസിൽ ഈ ഏട്ടൻ മരിക്കുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ തട്ടിപ്പോ ചതിയോ ചെയ്യുന്നുണ്ടെങ്കിലാണ് കൂട്ടിയിട്ട് രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് പോലീസിലൊക്കെ വിളിക്കും. അവർക്ക് എന്തോ രക്ഷ വേണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഏട്ടൻ മരിച്ചിട്ട് ഞാൻ പോയി ചെന്ന് നോക്കുമ്പോൾ ഈ കൈക്കൊക്കെ എന്തൊക്കെയോ ഉണ്ട്, വേറെ രീതിയിലുള്ള മുറിപ്പാടുകൾ. അതായത് വിഷാംശം കഴിച്ചാലാണ് ഇവിടെയൊക്കെ കറുത്ത പാടുകൾ, രക്തം കട്ട പിടിച്ചിട്ടുള്ളത് കാണാം. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൽ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ട ശേഷം അവിടെ ഡോക്ടറോട് നേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താലൂക്ക് ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ അവിടെ പറഞ്ഞതിന് ശേഷം അവരെന്നെ അവിടെ നിന്ന് മാറ്റി വീട്ടിൽ പോട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ പെങ്ങളെ ഭർത്താവെല്ലാം കൂടി കാറിൽ എന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് വീട്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കും, ഞാൻ വരില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം അവർ ചെയ്തത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പിറ്റേ ദിവസമാണ്, അന്ന് തന്നെ പോകുന്നതാണ് പറയുന്നത്. പക്ഷേ പിറ്റേ ദിവസമാണ് പോകുന്നത്. പിറ്റേ ദിവസം പോയപ്പം ഞാൻ പോലീസിനോടൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, ഏട്ടനെ കൊന്നതാണ്, അവിടെ നിന്ന് നീതി കിട്ടില്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് നീതി കിട്ടില്ല. ഇതിനു മുമ്പ് ഇത് അങ്ങനെ തന്നെയാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്ന് അവിടുത്തെ ലാൻഡ് ഫോണിൽ പോലീസിനെ വിളിച്ചറിയിക്കുന്നു, അവിടുത്തെ SIനെ CIനെ ഒക്കെ വിളിച്ചറിയിക്കുന്നു. അവരൊന്നും അത് കേട്ടവാറാക്കിയില്ല. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം അത് നിഗൂഢതയിലേക്ക് ഒരു നാച്ചുറൽ ഡെത്ത് ആക്കണം എന്ന് തന്നെയായിരുന്നു. പോസ്റ്റ്മോർട്ടം വേണമെന്ന് നമ്മളാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞെങ്കിൽ എൻ്റെ പേരല്ല വെച്ചത്, ഒരു CPM പ്രവർത്തകനായ അവരുടെ ഒരു ബന്ധുവിൻ്റെ പേര് അതിനകത്ത് വെച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ആണെങ്കിൽ അത് ശരിക്കും ക്ലിയർ ആയിട്ട് ബോധിപ്പിക്കണം. അതായത് ശരീരത്തിൽ ഇത്തരം പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ടോ? ഇൻക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ പോലീസിൻ്റെ? പോലീസ് ഇൻക്വസ്റ്റിൽ അങ്ങനെ പാടുള്ളതേ പറഞ്ഞിട്ടില്ല. ഓക്കെ. പക്ഷേങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിയാവണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാൻ വേറൊരു ഡോക്ടറെ കാണിക്കുമ്പോഴേ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത മറ്റൊരു ഡോക്ടറെ കാണിക്കണം, അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഇത് ഞാൻ ഷർസി മാഡത്തിന് അവരുമായിട്ടുള്ള സംസാരിച്ചപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഹൈക്കോടതി ജഡ്ജി അവരോട് ഞാൻ ഫോൺ വിളിച്ചിട്ടൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് തന്നെയാണ്. അതെന്ന് വെച്ചാൽ ആന്തരിക അവയവങ്ങളിൽ മറ്റൊരു ലാബ് കൊണ്ടുപോയി പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് കൂടി വെച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചതാണ് ഇതിൻ്റെ അകത്ത് ഇല്ലാന്ന്. അപ്പോൾ മാഡം പറഞ്ഞു അത് ഇല്ലെങ്കിൽ അതിലെന്തോ കൃത്യമുണ്ട്. അതാണ് കോടതിക്ക് കണ്ടെത്താൻ പറ്റും. സ്വാഭാവികമായിട്ടും ആന്തരിക അവയവങ്ങൾ അയക്കണം. സൂക്ഷിച്ചു വെക്കാൻ വേണം, ലാബ് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം. കാരണം അത് DNAയുടെ പരിശോധന നമുക്ക് കോടതിക്ക് ആവശ്യത്തിന് തെളിവിലേക്കെല്ലാം വെക്കേണ്ടതാണ്. അപ്പോൾ അത് ലാബ് കൊണ്ടുപോയി പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഇതിനകത്ത് വെച്ചിട്ട് അത് അവിടെ സൂക്ഷിച്ചു വെക്കണം. അതാണോ അല്ലയോ നോക്കാൻ വേണ്ടിയെങ്കിൽ ബന്ധുക്കളുടെ DNA ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്തില്ല, അവർ സൂക്ഷിച്ചു വെച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നടന്നില്ല. അപ്പോൾ അത് ഡോക്ടറെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ അതൊന്ന്. 2, 400 ഗ്രാം ദഹിക്കാത്ത ഭക്ഷണം. അപ്പോൾ 1.5 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ ഇത് ഏത് ജഡ്ജിക്കും മനസ്സിലാവും, ഏത് പോസ്റ്റ്മോർട്ടം ചെയ്ത മറ്റൊരു ഡോക്ടർക്കും മനസ്സിലാവും ഇതിനകത്ത് കൃത്രിമം കാണിച്ചു. 1.5 മണിക്ക് ഭക്ഷണം കഴിച്ച ആൾ പിന്നീട് അവിടെ എവിടെയോ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ദഹിക്കാത്ത ഭക്ഷണം 400 ഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞതും അത് ഒരു കൂട്ടിച്ചേരുന്നേ.
അപ്പോൾ അത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ആളാണ്, കഴിച്ച ആൾ. പിന്നെ അവരെന്തിനു ഭക്ഷണം കഴിച്ചു? അവർക്ക് കൊടുത്തില്ലേ ഭക്ഷണം. അപ്പോൾ ആ കൊടുത്തതിലാണ് വിഷാംശത്തിൻ്റെ അംശം. അതാണ് 400 ഗ്രാം കുക്ക്ഡ് റൈസ് അതിനകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് പ്രതികളായിട്ട് വരുന്നത് ഇവരോട് ഇതിലത് ആ ബീന ബേബിയുടെയും മകനുണ്ട് ഒരു രതീഷ്. അപ്പോൾ അവൻ പിന്നെ ശ്രീജ ബാബു അവരുമായിട്ട് സ്വത്ത് തർക്കമാണോ? അവിടെ ആ വിഷയം ഉണ്ടാകുന്നത്. അവർ CPM വേണ്ടിയിട്ട് അവർ ഈ സുരേഷിനെ മെമ്പറെയും അവിടുത്തെ ഇവരെ വിളിച്ച ഫോൺ കോളുകളും അവർ വല്ലാത്ത രീതിയിൽ കത്തിയാളെടുത്ത് കൊത്താമെന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും അപായപ്പെടുത്താം. എന്നിട്ടും അവിടെ വീട്ടിൽ വെച്ചിട്ട് വിഷാംശത്തിൻ്റെ കുറേ സാധനങ്ങൾ പോലീസ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ഏട്ടൻ മരിക്കുന്നതിന് മുമ്പിൽ. അപായപ്പെടുത്താൻ എന്നെ നോക്കിയ സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തു. ഇത് ഇരിട്ടി DYSP ഓഫീസിലല്ല, എൻ്റെ ഇപ്പുറത്തെ സ്റ്റേഷൻ SHO ഇരിട്ടിൻ്റെ ആ സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ അവിടുത്തെ പോലീസ് ക്യാമറ ആ ഒക്ടോബർ 22 മരിക്കുന്നതിന് മുമ്പ് മാസങ്ങളിലുള്ള ക്യാമറ ഒന്ന് പരിശോധിച്ചാൽ സത്യസന്ധമായിട്ട് അവിടെ ഇപ്പോൾ ആ ക്യാമറയിലെ സത്യങ്ങൾ ഇനി പുറത്തു വിടൂ ഇല്ലയെന്ന് എനിക്കറിയാം. അവിടുത്തെ അല്ലെങ്കിൽ കോടതിക്ക് കാണിക്കട്ടെ, വീണാമണി പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ തെളിവ് കാണിക്കണം. ഇന്ന ഡേറ്റിന് ഈ ഒക്ടോബർ 22 മുമ്പുള്ള ഒരു 6 മാസത്തെ ക്യാമറ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും അതിനകത്ത് എത്രമാത്രം എവിഡൻസ് അവിടെ വിഷാംശത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടു കൊടുത്തതും അത് CI ആയിരുന്ന ആ ആൾ അത് പുറത്ത് കളഞ്ഞതും അതൊക്കെ അവിടെ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ശരിക്കും ഒരു അന്വേഷണം നടത്താഞ്ഞത്? അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം കളിച്ചു. അപ്പോൾ അതുകൊണ്ട് പ്രശാന്തിൻ്റെ അവിടെ ഈ ദിവ്യയുടെ ഭർത്താവല്ലേ ഇതിൻ്റെ അകത്ത് റോളിലുണ്ട്. അപ്പോൾ ഇവർ ഈ കോളുകൾ ഈ ശ്രീജയുടെയും ഒക്കെ കോളുകൾ പരിശോധിച്ചാൽ ഈ ചന്ദ്രൻ റെജിന ഇവരെല്ലാം കോളുകൾ പരിശോധിച്ചാൽ ഈ മരണം എങ്ങനെ നടന്നു ശരിക്കും മനസ്സിലാവും. പിന്നെ ഇതിപ്പം ഞാൻ പുറത്ത് പറയുന്നത് ചാനലുകാരോട് പറയുന്നത് ഇതിനകത്ത് വീണാമണിക്ക് എന്താണ് ഇതിൻ്റെ ഇതെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ കോടതിയിൽ നടക്കുന്ന കേസുകളാണെങ്കിലും ബഹുമാനപ്പെട്ട നീതിപീഠം ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ വ്യക്തമായിട്ട് അവരെ പോലുള്ളവരെ നാർക്കോ ടെസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നാർക്കോ ടെസ്റ്റ് ചെയ്ത് സത്യസന്ധത തെളിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് ഈ സ്വത്തിൻ്റെയൊക്കെ കാര്യം. ഇപ്പോൾ അവിടെ ബാബുവേട്ടൻ എന്ന് പറഞ്ഞ ഒരു BJP-കാരനാണ്, സ്നേഹജ എന്ന ഓർ പേര്. അവരെ കൊന്നതാണ് ഇവർ. അപ്പോൾ ഇവരെ കൊന്ന് അവരെന്നോട് വെല്ലുവിളിച്ച് പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പാർട്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. പാർട്ടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രജീഷേട്ടൻ്റെ സ്ഥലത്തിന് അവിടുത്തെ മട്ടന്നൂർ കോടതിയും കൂത്തുപറമ്പ് കോടതിയും ആ സ്ഥലം പിന്നെ പോലീസിനെ കൊണ്ട് അതിൽ അവർ തുറന്നിട്ട് എനിക്ക് വീട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്ന ഒരു രേഖയിലുണ്ട്. അപ്പോൾ അത് ആ രേഖയൊക്കെ ഒറിജിനൽ രേഖ അവരെടുക്കുകയാണെങ്കിലും എനിക്ക് കോടതിൻ്റെ ഒരു പെർമിഷൻ ഇത്ര ഡേറ്റ് വരാം. ഞാനവിടെ നിന്നിട്ടൊന്നുമില്ല, അവിടെ നിൽക്കാനും പറ്റത്തില്ല. പക്ഷേ എനിക്കത് ഇതിൻ്റെ സത്യാവസ്ഥ ഈ മനുഷ്യനെ കൊന്നതല്ലെങ്കിൽ അവരെടുത്തോട്ടെ, സ്ഥലം മുഴുവനായിട്ട് അവരെടുത്തോട്ടെ. കൊന്നതാണെന്ന് തെളിയിക്കേണ്ടത്, കൊന്നതാണോ എന്ന് തെളിയിക്കേണ്ടത് ബഹുമാനപ്പെട്ട നീതിപീഠമാണ്. അപ്പോൾ അവരെ നുണപരിശോധന നടത്തി നാർക്കോ ടെസ്റ്റ് ചെയ്ത് അവരുടെ മരണം എങ്ങനെയാണ് ദൂരീകരിച്ചതിന് ശേഷം അവർക്ക് ആ സ്ഥലം വിൽക്കേണ്ടിക്ക് വിൽക്കാം. അവർ വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പം ഒരു മുസ്ലിമിന് കൊടുത്തിട്ട് ആ ഏട്ടൻ്റെ സ്ഥലം തന്നെ കയ്യേറി കെട്ടിയിട്ടൊക്കെ ഉണ്ട്. കോടതിയുടെ വിലക്കുണ്ട് അവിടെ പറമ്പത്ത് കയറാൻ പാടില്ല, അവിടെ വീട്ടിൽ കയറാൻ പാടില്ല എന്നൊക്കെ ഇത്രയും ഡേറ്റ് വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ലംഘിച്ച് അവരാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്. അപ്പം ഇതിൽ നിന്നും ബീനയുടെയും രതീഷിൻ്റെയും ബേബിയുടെയും ഈ ശ്രീജ ബാബു റെജിനയുടെ ഭർത്താവ് ചന്ദ്ര ഇവരുടെയൊക്കെ ഫോൺ കോളുകളും അവരെയൊക്കെ രാജീവൻ എന്ന ഒരു വ്യക്തികളുടെ ഒക്കെ ഇവരുടെയൊക്കെ കൂടപ്പിറപ്പുകളാണെങ്കിലും അവർ ഈ സ്വത്തിന് വേണ്ടിയിട്ട് നാടകങ്ങൾ കളിച്ചിട്ട് പാർട്ടീനെ വിളിച്ചിട്ട് അവരുടെ ചതിയോടെ ഇതെല്ലാം ചെയ്തത്. അവർക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാർട്ടീനെ കൂട്ടുപിടിച്ച് ചെയ്തു. അപ്പോൾ ഏട്ടൻ മരിച്ചിട്ട് ആ ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും അനുവദിച്ചില്ല. ബന്ധുക്കളെ പോലും, അതായത് സജീവാട്ടിനെയൊന്നും കാണിച്ചില്ല. അവരുടെ ഒരു ഏട്ടനുണ്ട്, അവരെ കാണിച്ചില്ല, അവരെ കുടുംബത്തിനെ കാണിച്ചില്ല. അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ അവരത് പെട്ടെന്ന് ദഹിപ്പിച്ചിട്ട് സമൂഹത്തിനെ ഒന്ന് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആൾക്കാർ വന്നത് കണ്ടുപാട് ഇവർ ദഹിപ്പിച്ചു. എല്ലാവരോടും പറഞ്ഞു ആർട്ട് ഫയൽ എന്നൊക്കെ പറഞ്ഞു. ആർട്ട് ഫയലാണെങ്കിൽ ഇവിടെ നാച്ചുറൽ ഡെത്ത് എന്ന് എഴുതുമ്പോൾ ആന്തരികവും പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് വെച്ചാൽ റീസൺ പറഞ്ഞിരിക്കുന്നത് കോസ് ഓഫ് ഡെത്ത് പറഞ്ഞിരിക്കുന്നത് ഡൈഡ് ഓഫ് കൊറോണറി ആർട്ടറി ത്രോംബോസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറയണ്ടെങ്കിൽ അവർ ആന്തരികവും പരിശോധിച്ചിട്ട് വെക്കണം. അത് വെച്ചാലല്ലേ നമുക്ക് ബോധ്യപ്പെടൂ. അതാണ് ആ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടർ ശ്രീജിത്ത് എന്നാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ അവരെ നാർക്കോ ടെസ്റ്റ് ചെയ്ത ഈ ശ്രീജിത്തും നമ്മുടെ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം ചെയ്തവരെല്ലാം ഒരേ കോപ്പിയാണ്, ഒരേ വ്യക്തി. അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ, CPM എന്താണ് പറയുന്നത് അത് മാത്രം.
അപ്പോൾ ഇത്തരത്തിലുള്ള അപരാജിത അവിടെ നടക്കാൻ പാടില്ല. ഇനിയെങ്കിലും നീതി കിട്ടണം ഏതൊരു വ്യക്തിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് ആ കോടതി തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഡോക്ടറെ അവിടെ പോസ്റ്റ്മോർട്ടം ടൈമിൽ ഒരു വീഡിയോ എടുക്കണം. ആ വീഡിയോ ഒന്നും കോടതിയിൽ, ഞാൻ വീഡിയോ വിവരാവകാശം ചോദിച്ചിട്ട് RDO കോടതി ചോദിച്ചു, ഫോട്ടോസ് ചോദിച്ചു, അവിടെ ഒന്നും കൊടുത്തില്ല. RDO കോടതിയിൽ കൊടുക്കേണ്ടതാണ്, അപ്പോൾ അത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ ഫോട്ടോസ് മാത്രം കോടതിക്ക് കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് പറഞ്ഞ് ഫോട്ടോസ് തന്ന്, അതങ്ങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളർ ഫോട്ടോ തരണം. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ വിവരാവകാശം ചോദിച്ചിട്ട് ഇന്നും വീഡിയോസും തന്നിട്ടില്ല, ഈ കളർ ഫോട്ടോസും തന്നില്ല. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇദ്ദേഹം വിഷം കൊടുത്തു എന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ആരോ വിഷം തന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഇവർ തന്നെയാണ് തന്നതെന്ന് പറയുന്നുണ്ട്, ഇവരുടെ പേര് ഉൾപ്പെടെയാണ് പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ തവണ വിളിക്കുമ്പോൾ ഒരു രക്തചരിച്ച് മരണപ്പെട്ടു എന്ന് മറ്റേ ഡോക്ടറാ പറയുന്നത്. അപ്പോൾ അറിയിച്ചിരുന്നു. അപ്പൊ അതാണ് അവരുടെ ഏറ്റവും വലിയൊരു വിഷം കൊടുത്തു എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഈ അരളിപ്പൂവാണെന്നുള്ളത് എങ്ങനെയാണ് വരുന്നത്? അത് അരളിപ്പൂവെന്ന് അവര് ആ പൂവ് അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏട്ടൻ വിളിച്ചു പറഞ്ഞത് ആ ഭക്ഷണത്തിൽ അതും ഉണ്ടായിരുന്നു, അപ്പൊ അതുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇതിനകത്ത് ഇവരെന്താണ് ഭക്ഷണത്തിൽ കൊടുത്തതെന്ന് അറിയണമെങ്കിൽ ഇവരെ നാർക്കോ ടെസ്റ്റ് വെറുതെങ്കിലും ഒരു ചോദ്യം ചെയ്താലൊന്നും ഇവർ പറയില്ല, ഇനി പറയേയില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി എനിക്കറിയേണ്ടത് ഇവർ ചെയ്തില്ല എങ്കിൽ ഞാൻ നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ സ്ഥലത്ത് നിന്ന് ഞാൻ കൊടുക്കും. ഇവർ ചെയ്തില്ല, നാർക്കോ ടെസ്റ്റ് ചെയ്യണം എന്തായാലും മാത്രം. ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോടാണ് ഞാനിപ്പോൾ അപേക്ഷിക്കുന്നത്. ശ്രീജ, റെജിന, രാജീവൻ, ചന്ദ്രൻ, ശ്രീജ ബാബു, അവിടെ ഈ ബീന എന്ന് പറയുന്ന ആ വ്യക്തികളെയൊക്കെ, രതീഷ്, അവരെയൊക്കെ ഈ നാർക്കോ ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കൊലപാതകമാണോ അല്ലയോ എന്ന് തെളിയാണ്. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം അവർ ചെയ്തില്ല എങ്കിൽ ഞാൻ എൻ്റെ സ്വത്ത് കോടതിക്ക് എടുത്തു വെക്കാം, എൻ്റെ കയ്യിലുള്ള രേഖ ഇതെനിക്ക് തെളിയണം. അല്ല ഇവർ ചെയ്തില്ല എങ്കിൽ ഈ ഏട്ടൻ്റെ സ്വത്തും അവരെടുത്തോട്ടെ. ഞാൻ പറയുന്നത് അതാണ്, അവരെടുത്തോട്ടെ, അവരുടെ ആവശ്യം. പിന്നെ അവിടെ ബാബുവേട്ടൻ എന്ന വ്യക്തി, സ്നേഹജൻ എന്ന വ്യക്തി മരണപ്പെട്ടപ്പോൾ ഇപ്പം അവരുടെ സ്വത്ത് ഒരു മുസ്ലിമിന് കൊടുത്തിട്ട് അവർ അവിടെ ഈ രജീഷ് ഏട്ടൻ്റെ സ്ഥലം അടുക്ക കയ്യേറി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കയ്യേറി കെട്ടറ് അവിടെ വിലക്കുണ്ടായിട്ടും അവർ കയ്യേറി കെട്ടി. അപ്പോൾ അവിടെ പറയാനുള്ളത് അവർക്ക് 2 മക്കളുണ്ട് വയനാട്ടിൽ. അവരെ ഈ കോടതിയോടോ ആരോടും രഹസ്യമാക്കി വെക്കുന്നത് എന്തിനാണ്? ആ മക്കൾക്ക് അവർ സ്വത്ത് കൊടുക്കേണ്ടതാണ്, അതായത് അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ സമൂഹം പോലും തിരിച്ചറിയാത്തൊരു കാര്യം, അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കണം. അവരുടെ ഒരു വൈഫ് ഉണ്ട്, ഒരു പാവം വൈഫ്. ആദ്യത്തെ വൈഫിനെ അവർ കൊന്നതാണ്, ഇവർ തന്നെ കൊന്ന്. ഇത് ഞാൻ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകളാണ്. അവരത് ചെയ്തില്ല എങ്കിൽ എന്നോട് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് നാർക്കോ ടെസ്റ്റ് ചെയ്തിട്ടാണ്. അവർ ചെയ്തില്ലെങ്കിൽ കോടതിൻ്റെ മുമ്പിൽ നാർക്കോ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ തെളിവുകളാണ് ആവശ്യം. അവർ കൊന്നതാണെങ്കിൽ എനിക്കത് വായനശാലയാക്കണം. ഏട്ടൻ്റെ ഈ മരണപ്പെട്ട 2 ഏട്ടന്മാരെയും പേരിൽ എനിക്കതൊരു വായനശാലയാക്കണം. ഏട്ടൻ്റെ സ്ഥലമാണ്, അത് വില കൊടുത്ത് വാങ്ങിച്ച ആധാരമാണ്, ധനനിശ്ചയ ആധാരമാണ്. അപ്പോൾ ഈ സ്വത്തിന് വേണ്ടിയിട്ടാണ് അവിടെ. അപ്പോൾ അതിന് പാർട്ടിക്കാർക്കും എന്തോ പൈസ കൊടുത്തു എന്ന് അവർ പറയുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇവരെല്ലാം വിലക്കെടുത്തിന് നോക്കിയാ പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഈ അവസാന സമയത്ത് ഭർത്താവ് ഇവർ വിഷം തന്നു എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ആ കേസ് ഇപ്പോഴും തെളിയിക്കാനോ നീതി കിട്ടാനോ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, മറ്റേ ചാനലുകാർ എൻ്റെ അനുവാദം ഇല്ലാതെ കുറച്ച് വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരുപാട് കോളുകൾ വിളിച്ചിട്ട് ഞാൻ ഭർത്താവാണെന്ന് പറഞ്ഞ് പല കോളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ വിവരാവകാശം ചോദിച്ചിട്ട് എല്ലാം ശേഖരിക്കും, കോടതിയോടെങ്കിലും ഭർത്താവാണ് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ചാനലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നത്, ആരെങ്കിലും എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് ഒരു വിവരം കൊടുത്തിട്ട് ചാനലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോടല്ല പറയേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ഭർത്താവാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിവാഹ മാരേജ് സർട്ടിഫിക്കറ്റോ അമ്പലത്തിൽ നിന്ന് ഒരു താലി കെട്ടിയതിൻ്റെ ഒരു ഫോട്ടോസോ ക്രിയേറ്റീവ് ചെയ്യാതെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അത് ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലോ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് മുമ്പിൽ എത്തിക്കുക വേണ്ടത്. എന്തായാലും വീണാമണി എന്തുകൊണ്ട് മഞ്ജുഷയുടെ കാര്യത്തിൽ ഇത്രയും ബോധേഡാവുന്നു, ഇത്രയും ഇടപെടുന്നു, നവീൻ ബാബുവിൻ്റെ നീതിക്ക് വേണ്ടി വീണാമണി എന്തിനിത്ര എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം തന്നെയാണ്
വീണാമണിയുടെ ജീവിതമായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞവർക്ക് മുഴുവനും സാമ്പത്തിക സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട്. ഇപ്പം ഇതിനകത്ത് പിന്നെ എനിക്കെതിരെ കമൻറ്റ് നെഗറ്റീവായിട്ട് പറഞ്ഞവർക്ക് വീട് വെച്ച് കൊടുത്തവരുണ്ട്, ഒരുപാട് സാമ്പത്തികം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പ്രേമരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കമൻറ്റ്. അപ്പോൾ അവർക്ക് അവർ 2 വൃക്ക അടിച്ചു പോയൊരു CPM പ്രവർത്തകനാണ്. അവർ അങ്ങനെയാണ് പറയുന്നത്, പൈസ മാട്ടാനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് ഞാൻ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. PMEGPൻ്റെ വീട് അതിന് അപേക്ഷ കൊടുത്ത് അതിന് വേണ്ട സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാര്യൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ 500 രൂപ വന്നപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ തന്നെയാണ് ഇതിനെ പറയിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് പറയേണ്ടി വന്നത് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ നല്ല CPM പ്രവർത്തകരായതുകൊണ്ടല്ല. ഞാൻ നെഗറ്റീവായിട്ട് എന്ത് പറയണ്ടേ, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് കമൻ്റ് ഇടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ എൻ്റെ നേരെ വരണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്നെയും ആ കമൻ്റ് ഇടുന്നവർക്ക് നേരിട്ട് വന്നിട്ട് എന്താണ് ബോധിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ബോധിപ്പിക്കാം. അല്ലെങ്കിൽ എനിക്കും അഭിമാനത്തിൽ ക്ഷതേൽപ്പിച്ചു ചാനലിൽ വിളിച്ച് സംസാരിച്ചതും അവരുടെ വിവരങ്ങൾ മുഴുവനും എടുക്കാൻ വിവരാവകാശ നിയമപ്രകാരം അധികാരമുണ്ടെന്ന് അറിയിക്കുന്നു.